ഗൈസ് അപ്പൊ നമുക്ക് ഗീവ് അവേ അങ്ങ് അനൗൺസ് ചെയ്തേക്കാം. ആർക്കാണല്ലോ ഗൈസ് ഇപ്പോഴേ പറയാണ്, 18 വയസ്സിൽ താഴെയുള്ള ആർക്കെങ്കിലുമാണ് ഇത് കിട്ടുന്നതെങ്കിൽ, 18 വയസ്സിൽ താഴെയുള്ള ആർക്കെങ്കിലുമാണ് ഈ ഗീവ് അവേ കിട്ടുന്നതെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ കൺസേണോട് കൂടി മാത്രമേ ഞങ്ങൾ ഈ ഗീവ് അവേ ഹാൻഡ് ഓവർ ചെയ്യത്തുള്ളൂ. പേരൻസിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. 18 വയസ്സിൽ താഴെയുള്ള ആർക്കെങ്കിലുമാണ് കിട്ടുന്നതെങ്കിൽ. ബ്രോ വാസ്ക് നോക്കുന്നു, വാസ്ക് ഗീവ് അവേ വാസ്തുവാണ് ഉദ്ദേശിച്ചത്. ഫ്രീ ഇൻസ്റ്റാഗ്രാം കമന്റ് പിക്കർ ആൻഡ് ഗീവ് അവേ ടൂൾസ്. നമ്മള് ലൈവ് ഇട്ട് സ്ക്രീൻ ആക്കി കൊടുക്കട്ടെ അവർക്ക്. ഒരു മിനിറ്റ് കേസ്. എടാ നീ എനിക്ക് ലിങ്ക് അയച്ചോ? wask.co നോക്കിയാൽ മതി. സ്ക്രീൻ ഇട്ടുതരാം. അപ്പൊ എല്ലാവർക്കും വിഷിംഗ് യു എ വെരി ഓൾ ദ ബെസ്റ്റ്. ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ. ഡിസേർവ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമർ പയ്യന് കിട്ടട്ടെ. സത്യം. അപ്പൊ എല്ലാവർക്കും വെൽക്കം. സ്ക്രീൻ ബ്ലാക്ക് സ്ക്രീൻ ആണ്. ബ്ലാക്ക് സ്ക്രീൻ മാറിയില്ല, ഇപ്പൊ മാറിയില്ല. ബ്ലാക്ക് സ്ക്രീൻ മാറിയില്ല. ഇത് ഞാനങ്ങ് എടുക്കുവാണ്. സോ ഗീവ് അവേ റൂൾസ് ഗൈസ്, അവരുടെ 2 പേജ് ഫോളോ ചെയ്തിരിക്കണം, എന്നെ ഫോളോ ചെയ്തിരിക്കണം. അത് രണ്ടും നമ്മൾ എന്തായാലും നോക്കും. ആൻഡ് ഓക്കെ, അപ്പൊ നമുക്ക് URL പോസ്റ്റ് ചെയ്യാം. സ്കാൻ പോസ്റ്റ് ചെയ്തു. ഗെറ്റിംഗ് യുവർ കമന്റ്സ് പ്ലീസ് വെയിറ്റ്. ഞാൻ ഒട്ടും ഓക്കെ അല്ല, എല്ലാവരും പോയി. എന്താ സ്നേഹിച്ചവര് പോലും അരുന്ത് മീഡിയ ഓക്കെ അവിടെ ചില്ലായിട്ടിരിക്കടാ. അപ്പൊ ഇപ്പഴേ പറയാണ് റൂൾസ് എന്തൊക്കെയായിരുന്നു? റൂൾസ് കമന്റ് നോക്കിയേ. 1,98,402 പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. എന്റെ അമ്മോ, അക്കൗണ്ടിലൊക്കെ എടുത്തിട്ടുണ്ടോ മിക്കവാറും 2-3 ഐഡിന്നൊക്കെ. നമ്പർ ഓഫ് വിന്നേഴ്സ് 1 അല്ലേ? ടെൻഷൻ അടിക്കണം. നമ്പർ ഓഫ് മിനിമം മെൻഷൻസ് എത്രയാണ്? 1 ആ 1 അല്ലേ? ഒരെണ്ണം മിനിമം വേണമല്ലോ. ഒരെണ്ണം മിനിമം. മെൻഷൻ 0 ആക്കുന്നു. അല്ല കമന്റ് ഉണ്ട് ഗൈസ്, മിനിമം ഒരു കമന്റ് ഉണ്ട്. നമ്മള് മെൻഷൻ അല്ല പറഞ്ഞേക്കുന്നത്, കമന്റാ പറഞ്ഞേക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു കമന്റ് എങ്കിലും ഇടണമെന്നാണ്. ലൈക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം. അപ്പം മെൻഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ മെൻഷൻ റിമൂവ് ചെയ്യാം. മെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മെൻഷൻ ഒരാളെ മെൻഷൻ ചെയ്യുന്നത് ഗീവ് അവേ PC 400 രൂപ. ഞാൻ ദൈവത്തിന് മാത്രമുള്ളതാണ്, വേറെ ആരുടെ കൂടെ ഞാൻ വരില്ല. ഗീവ് അവേ PC 0. അപ്പൊ അളിയാ തുടങ്ങാം. ഫേക്ക് അക്കൗണ്ടിലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഫേക്ക് അക്കൗണ്ട് എങ്ങനെ ആക്റ്റീവ് അക്കൗണ്ട് മാത്രമല്ല, മെയിൻ അക്കൗണ്ട്സ്, മെയിൻ യൂസേഴ്സ്, മനുഷ്യന്മാർ ഉപയോഗിക്കുന്ന അക്കൗണ്ട്. അപ്പൊ എല്ലാരും റെഡി അല്ലേ? ID മെൻഷൻ പറഞ്ഞിട്ടില്ല. 0 ആക്കി. നമ്പർ ഓഫ് വിന്നർ 1. അപ്പൊ തുടങ്ങാം. 3 കൗണ്ട് ഡൗൺ. വേണ്ട അല്ലേ? അല്ലേ വേണ്ട അല്ലേ? കുറച്ച് നിങ്ങൾ എന്നെ കണ്ടോണ്ടിരിക്കും. ഇന്നത്തെ ഒരു പ്രാങ്ക് ആയിരുന്നു ഞങ്ങള്. സത്യം പറഞ്ഞ അങ്ങനെ ഒരു ഗീവ് അവേ ഇല്ല, അങ്ങനെ ഒരു PC ഇല്ല. എല്ലാം എനിക്ക് കൂട്ടാനുള്ള എന്റെ ട്രിക്ക് മാത്രമായിരുന്നു. അങ്ങനെ ഒരു ഗീവ് അവേ ഇല്ല. സോ ഗൈസ്, അപ്പൊ ഓണസ്റ്റ്ലി അപ്പൊ 10 കൗണ്ട് ചെയ്തോ? അത് വില്ലേജ് കറക്റ്റ് പറയും. 9 നിങ്ങൾ കൗണ്ട് ചെയ്യുന്നില്ലേ? 8 7 6 5 4 3 2 1. Let's go. 1.0 0.5. Winners are determining. Please wait. Loading.
ആർക്കല്ലേ വിന്നർ സ്കൈഡാഷ്. ആഷിൻ അജയ്. അശ്വിൻ അജയ്. ചെക്ക് ചെയ്യട്ടെ. ചെക്ക് അക്കൗണ്ട് ചെക്ക്. ആഷിൻ അജയ് റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നമ്മള് ഇതാക്കുവേ. ആഷിൻ _ അജയ് അജയ് _ _ ആഷിൻ _ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്ക്. എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോ ഉണ്ടല്ലേ? എസ്റെക്സിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്മാർട്ട് ടെക് രണ്ടിനെ ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, കടമ്പ കഴിഞ്ഞു. ഡെയിലി എനിക്ക് മെസ്സേജ് അയക്കുന്ന പയ്യനാട്ടാ. ലൈവ് ഇല്ലേ ചേട്ടാ? അപ്പൊ ആക്റ്റീവ് അക്കൗണ്ട് ആണ്. അപ്പൊ ഓക്കെ. അണ്ണാ ഇന്ന് ലൈവ് ഉണ്ടോ? ഇന്നലെ മെസ്സേജ് അയച്ച പയ്യനാ. എടാ അവരുടെ അടുത്ത് PC ഉണ്ടോന്ന് ചോദിക്കളിയാ. അവൻ സീൻ ചെയ്ത് ഞാൻ എട്ടപ്പഴേ സീൻ ചെയ്ത്. ഓ റെഡി ആയിരിക്കും. ചേട്ടാ ഫുഡ് ഞാൻ ഇതെടുത്തോട്ടെ. എന്താണ് ഞാൻ എൽഗാട്ടോ? എൽഗാട്ടോ കേട്ടിട്ടുണ്ട്. കേട്ടോ. വീഡിയോ കളയുന്ന വീഡിയോ കോളേ പേടിയാവുന്ന ചേട്ടാന്ന്. വീഡിയോ കോൾ ഇങ്ങനെ കോള് നിങ്ങക്ക് കാണത്തില്ല ഇതിനകത്ത്? ഞാൻ വീഡിയോ കോൾ ചെയ്യുവോ? കാണിക്കുന്നില്ല. അപ്പൊ കാണാൻ പറ്റൂല. അപ്പൊ ബെസ്റ്റ്. സ്ക്രീൻ അല്ലേ വരുന്നത്? ഇതെന്താണ് പിന്നെ സ്ക്രീനാ വരുന്നത്? മേലത്തെ കോള് വരുന്നില്ല. വർക്കൊന്നുമില്ല. ആ കോൾ എടുക്കുന്നില്ല. പേടിയാ. അവന് പേടിച്ചിട്ടായിരിക്കും. പേടിയാവും ചേട്ടാ. എടാ പേടിച്ചിട്ട് കോൾ എടുക്കുന്നില്ലടാ. ഇവ വേണ്ടെന്ന് പറഞ്ഞാളിയാ എന്റെ അടുത്ത്. ചുമ്മാ അവന് വേണ്ടെന്ന് നികുലി ചേട്ടന് കൊടുത്തോളാം അല്ലേ? എടാ കോൾ വിളിച്ചപ്പോ കട്ടായി ഇത്. ഹലോ എന്താടാ? എടാ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഞാനിതൊന്ന് ക്യാമറയിൽ കാണിക്കില്ല. ക്യാമറ എൽഗാട്ടോ. എൽഗാട്ടോ ഒന്ന് ഓപ്പൺ ചെയ്തോ. ഓക്കെ, അപ്പൊ ഞാനടക്കം എല്ലാരും പോയേ. അത് മേലോട്ട് എടുത്തിട്ടാ മതി വീഡിയോയുടെ. ഇന്നത്തെ ഏതാണ് ദൈവം തമ്പരാണ് 77 സാധനം കിടപ്പുണ്ട് അതിനകത്ത്. കണ്ടി ബാബു നമ്മുടെ ചന്ദ്രൻ. എടാ ഇത് ഏതായിരുന്നു? എടാ നീ കോള് ചെയ്, കാണാൻ പറ്റൂ. 2 മുഖം കാണാൻ പറ്റൂല്ലോ വീഡിയോ കോൾ ചെയ്യുമ്പോ. ഓക്കെ അല്ലേ? കണ്ടാ പ്രശ്നം തീർന്നു. ഹലോ എടാ കേക്കാവോ? നിനക്ക് എത്ര വയസ്സുണ്ട്? 18 ആധാർ കാർഡ് കാണിക്കണോ? ആധാർ കാർഡ് കാണിക്കണം. എടാ നീ റൂൾസ് എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. അത് നിന്റെ പേരൻസിനോട് ജസ്റ്റ് നമുക്കൊന്ന് ചോദിക്കണം. എവിടെ സ്ഥലം എവിടെയാ നിന്റെ? കണ്ണൂര്. അയ്യോ, കണ്ണൂരിന്ന് നീ തിരുവനന്തപുരം വരെ വരേണ്ട വരും കേട്ടോ അതെടുക്കാൻ. കാശ്മീരാണേലോ. അമ്മയുടെ അടുത്തോ അച്ഛൻ്റെ അടുത്തോ ആരുടെയും ഒന്ന് ഫോൺ കൊടുക്കോ? സംസാരിച്ച അമ്മ അവനാണ് നമ്മുടെ ഗീവ് അവേ അടിച്ചത്. അപ്പൊ അതൊരു കമ്പ്യൂട്ടർ ആയിരുന്നു. അപ്പൊ അത് കൊടുക്കുന്നത് കൊണ്ട് അമ്മയ്ക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് പേരൻസിന് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഓക്കെ അമ്മ, അതറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് നമ്മളൊന്ന് സംസാരിക്കണമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ അമ്മ, അത്രേ ഉള്ളൂ. എടാ മോനെ, അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ ഞാൻ നിന്നെ നമ്പർ അയച്ചിട്ടേരാ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം. ലൈവ് ഒക്കെ കഴിഞ്ഞിട്ട് നാളെ ഞാൻ സ്മാർട്ട് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് തരാം. ഓക്കെടാ, ഓക്കെ. അപ്പൊ കൺഗ്രാറ്റ്സ്. ഓക്കെ ശരി. അവന്റെ ഓക്കെ. അപ്പൊ ഗീവ് അവേ വിന്നർ ഈസ് ആഷിൻ അജയ് ആണ് നമ്മുടെ ഗീവ് അവേയുടെ വിന്നർ.
അപ്പൊ ചെറുക്കനെ വീട്ടിൽ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. വീട്ടിൽ പറഞ്ഞു വെച്ച ഓൾറെഡി. അപ്പൊ റൂൾസ് നോക്കിയ സ്ക്രിപ്റ്റോ ാത്തപ്പോ നീ മറ്റേ നോർമലി ഡെയിലി ഗീവ് അവേ ചെയ്യുന്നവർക്ക് പോയി പറയണ പോലെ ചെയ്യില്ല. ഞാൻ ആണ്ടിൽ ഒരിക്കലും ഒരെണ്ണം ചെയ്തതാ. കുറെ നാൾക്ക് ശേഷം ഞാൻ ലാസ്റ്റ് ഗീവ് ചെയ്തത് വർഷങ്ങൾക്ക് മുമ്പാ. സ്ക്രിപ്റ്റ് 3 ഷെയർ നോക്കിയാ അങ്ങനെ ഒരു ഇതില 3 ഷെയർ എന്ന് പറഞ്ഞാ ബ്രോ നമ്മൾ മെൻഷൻ അടിക്കാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ല. മനസ്സിലായ? വാസവണ്ണന്റെ കൊടുത്തോ? നിനക്ക് ഇത്രയും ഗെയിമിംഗ് റൂം ഇവിടെ ഉള്ളപ്പോ എന്തിനാടാ നിനക്ക് എന്റെ പി സി? നീ എന്റെ അനിയനല്ല. വീട്ടുകാരോട് സംസാരിച്ചു. പിന്നെ സ്ക്രിപ്റ്റ് എനിക്ക് അറിയത്തോലുമില്ല ആ ചെക്കനെ. സ്ക്രിപ്റ്റ് എന്തേലും കിട്ടിയില്ല അപ്പൊ പറഞ്ഞോണം അങ്ങ്. പെട്ടെന്ന് ചോദിക്കി ഗീവവേക്ക് മാത്രം വന്നിട്ട് വല്ലേക്ക് അങ്ങനെ പറയണതിനോട് എനിക്ക് ഒരു തീരെ താല്പര്യമില്ല. പക്ഷെ അത് ചെയ്യരുത്. ഞാൻ അങ്ങനെ ചെയ്യണ ഒരാളല്ല. ഡെയിലി ഗീവവേ ചെയ്ത് മറ്റേ ഇതാക്കണ ഒരാളല്ല. ഇപ്പൊ സെയിം ആൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ആണ് പറയത്തില്ലേ ബ്രോ? അതെന്താ ബ്രോ 18 വയസ്സ് KNM ബ്രോ? 18 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുക്കിന് നേരെ കൊണ്ടുവന്ന ഒരു ഗെയിമിംഗ് PC വീട്ടിൽ കൊടുക്കുന്നതിനോട് അവർക്ക് അവരുടെ കൺസേൺ മേടിക്കണം ബ്രോ. അങ്ങനെയാണ്. കാരണം ഇത് അത്രയും ഇലക്ട്രോണിക് പവർ കൺസംഷൻ എടുക്കുന്ന ഒരു സാധനമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവൻ പഠിക്കാനൊക്കെ വീട്ടുകാർ പറ്റി വേറെ എന്തെങ്കിലും പ്ലാൻ ഇരിക്കുവാണെങ്കിൽ മേടിച്ചു കൊടുക്കാൻ അവർക്ക് ആവാതുണ്ടായിട്ട് മേടിച്ചു കൊടുക്കാതിരിക്കുന്നതാണെങ്കിൽ അത് അതിലും പ്രശ്നമാവും. എനിക്ക് അവരുടെ പെർമിഷൻ ചോദിച്ചേ പറ്റുള്ളൂ. മനസ്സിലായേ? സോ എനിക്കതിന് പെർമിഷൻ ചോദിക്കണം. 500+ ഗീവ് അവേ 0 വിക്ടറി അർണോൾഡ്. ഞാനാണെങ്കിൽ PC വെക്കാൻ ടേബിളൊക്കെ ആണല്ലേ? നിനക്ക് അടിച്ചിരുന്നെങ്കിൽ തരുമെന്ന് തോന്നുന്നുണ്ടായിരുന്നോ? നിനക്ക് തരുമെന്ന് ഞാൻ നിനക്ക് തരുമെന്ന് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മള് തിരുവനന്തപുരത്ത് വരുമായിരുന്നു. തന്നാലേ അല്ല, നിനക്ക് തരുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു അത് അടിച്ചിരുന്നെങ്കിൽ. നീ അത്രക്കൊക്കെ കടന്ന് ചിന്തിക്കല്ലേ മോനെ? നിനക്ക് തരൂല, അത് അടിച്ചാൽ തരൂല നിനക്ക്. തരൂലല്ലേ? പറഞ്ഞു വെച്ച് നാളെ വേണ്ടെന്ന് പറയാം. എല്ലാ എടുക്കുക അത്രേ ഉള്ളൂ. പിന്നല്ല ഗൈസ്, അടുത്ത എന്റെ ഗീവ് അവേ അതുകൂടെ അനൗൺസ് ചെയ്തേക്കാം. അടുത്ത എന്റെ ഗീവ് അവേ 5070 PC. അടുത്ത ഗീവ് അവേയുടെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, ഒരു സെക്കൻഡേ. ഇത് പോയവർക്ക് വേണ്ടിയിട്ട് ഇന്ന് വിഷമിച്ചിരിക്കരുത്. ഇതിന്റെ ഇരട്ടിയുടെ സ്പെക്ക് ഉള്ള ഒരു സാധനം ഞാൻ ഗീവ് അവേ എടുക്കാൻ പോവാണ്. ആൻഡ് അടുത്ത ഗീവ് അവേയുടെ സ്പെക്ക് ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അടുത്ത ഗീവ് അവേയുടെ സ്പെക്ക് മദർബോർഡ് B650M ഗെയിമിംഗ് AMD Ryzen 7 9700X3D 32 GB RAM 1 TB SSD RTX 5070 850 വാട്ട്സിന്റെ പവർ സപ്ലൈ പ്ലസ് ലിക്വിഡ് കൂളർ ആൻഡ് ക്യാബിനറ്റ്. ഒരു നല്ല ഒരു കിഡിലോസ്കി ക്യാബിനറ്റുമാണ്. ക്യാബിനറ്റ് ഞാൻ കാണിച്ചു എന്റെ PC ഒക്കെ ഇരിക്കണത് പോലത്തെ അല്ല, അത്രയും കിടിലല്ല. എന്നാലും അല്ല ചേട്ടാ, പ്രോസസർ വിഷയമാണത്. എന്നാലും ടേബിൾ പറയാം. ഹലോ. സോ അതാണ് അടുത്ത ഗീവ് അവേ. ലൈക്ക് അത് ഞാൻ കുറച്ച് പയ്യെ ചെയ്തോളൂ. കുറച്ച് പയ്യെന്ന് പറഞ്ഞാൽ ഉടനെ അനൗൺസ് ചെയ്യും. ലൈക്ക് എനിക്കൊന്ന് ബാംഗ്ലൂർ വരെ പോകണം. അപ്പോൾ ബാംഗ്ലൂരുള്ള നമ്മുടെ PC, എന്റെ ഗെയിമിംഗ് PC ആദ്യത്തെ PC ജോക്കി എനിക്ക് മേടിച്ചു തന്ന കടയുണ്ടല്ലോ, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അവരാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈകളെ നമുക്കൊരു ഗീവ് അവേ കൊടുക്കാൻ ഇതുണ്ട്, താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പൊ അതായിരിക്കും അടുത്ത ഡോർ ഗീവ് അവേയോ? ഡോർ ഗീവ് അവേ എന്താ? ഡോർ ഗീവ് അവേ എന്താ? വീട്ടിന്റെ മുന്നിൽ പോയി കൊടുക്കാനാണോ? തേക്കിന്റെ മരം.
മതി, എനിക്കത് മതിയെന്ന്. എല്ലാരും നിങ്ങൾ അതിൽ ട്രൈ ചെയ്താൽ നോക്കിയാൽ മതി ഗൈസ്. അത് നമുക്ക് കൊടുക്കാം ഉറപ്പായിട്ടും. ജോക്കി വന്നോ? ജോക്കി ചേട്ടോ വന്നു. ജോക്കി ചേട്ടോ SCL ഗെയിമിംഗ്. അതെ SCL കറാച്ചി. കിട്ടാത്ത മുന്തിരികളൊക്കെ പൊളിക്കും മോനെ. കുറച്ച് 50-70 ആണ്. ബുക്ക്ഡ് ഉണ്ണിയേട്ടൻ ഫസ്റ്റ്.